സന്തോഷത്തിലാണ്, നമ്മുടെ രൂപതയുടെ 6ാം വാർഷിക ദിനത്തിന്റെ സന്തോഷത്തിൽ. നിങ്ങളെക്കാൾ അല്പം സന്തോഷം കൂടുതൽ എനിക്കുണ്ട്. പറമ്പിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ പലരും അലക്സ് പിതാവിന്റെ ശിഷ്യരാണ്. എനിക്ക് കുറച്ചുകൂടി അവകാശവാദങ്ങളുണ്ട്. എന്റെ അധ്യാപകൻ മാത്രമല്ല, ആനിമേറ്ററായിരുന്നു, വൈസ് റെക്ടറായിരുന്നു, റെക്ടറായിരുന്നു. അപ്പോ ഇവരെല്ലാവരേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസം ആശംസ പറയാൻ തന്നത്. ഞാൻ ഈ നിമിഷം ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്ത് പിതാവിന് നന്ദി പറയണം. സെമിനാരിൽ നിന്ന് പോരുന്നതിന് മുമ്പ് 2 ചെറിയ ഉപദേശങ്ങൾ പിതാവിന് തന്നിരുന്നു. അത് ഞാൻ പരസ്യമായിട്ട് പറയില്ല, കാരണം അത് എനിക്ക് പേഴ്സണലായിട്ട് തന്നതാണ്. അതെന്റെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ സമയം ആ ഒരു കാര്യം നന്ദിയോടെ ഓർക്കുന്നു. പിതാവിന്റെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. രൂപതാ ദിനം രൂപത അധ്യക്ഷന്റെ ദിനം കൂടിയാണ്. നമ്മുടെ പൊഴുലിപ്പറമ്പിൽ പിതാവായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പിതാവിന്റെ കൂടെ 1.5 കൊല്ലം കൊച്ചച്ഛനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. എനിക്കത് സന്തോഷമുള്ള സമയമായിരുന്നു. പിതാവിന് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്ന 6 വർഷം മുമ്പ് ദൈവം ഈ ഹോസ്റ്റൂർ രൂപത രൂപീകരിച്ചതിന് ശേഷം ഇത് ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ദൈവം തന്നെ കണ്ടെത്തിയതാണ് ഈ സെബാസ്റ്റ്യൻ പൊഴുലിപ്പറമ്പിൽ പിതാവിനെ. ഒറ്റ ക്വാളിറ്റി ദൈവം കണ്ടിട്ടുണ്ടാവുള്ളൂ പിതാവിന്. കർത്താവിന്റെ മുമ്പിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ സന്നദ്ധനായ ഒരു മനുഷ്യൻ, ഇരിക്കാനോ ഒട്ടു വെക്കാനോ. ഞാൻ കൊച്ചനായിരിക്കുമ്പോൾ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം, എത്ര തിരക്കിനിടയിലും, ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ വികാരിയായിരുന്നു, എപ്പോഴും തിരക്കുള്ള സ്ഥലം. എത്ര തിരക്കിനിടയിലും 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ പള്ളിയിൽ ചെന്നിങ്ങനെ മൂലയിൽ ആരും കാണാതിരിക്കും. ആ ഒരു ഗുണം തന്നെയായിരിക്കും ദൈവം പിതാവിലെ കണ്ട ഏറ്റവും വലിയ ഗുണം. അത് ഈ രൂപതയ്ക്ക് തുടർന്നും നന്മ ധാരാളം വരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. 1983 ജെയിംസ് പഴയാട്ടിൽ പിതാവ് ജോസ് പാലാട്ടി അച്ഛനെ ഇങ്ങോട്ട് അയച്ചു. അതിനുശേഷം ധാരാളം വൈദികരും സമർപ്പിതരും നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അവരിലൂടെയൊക്കെ നമ്മൾ ധാരാളം വളർന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ 40 വർഷം, ഇത് ഈ ഒരു രൂപതാ വാർഷികം റൂബി ജൂബിലി കൂടിയാണല്ലോ ചെന്നൈസിയോടുള്ള മിഷന്. എന്താണ് നമ്മൾ നേടിയത്? അതാണ് എന്റെ ഒന്നാമത്തെ ചിന്ത. 2, ഇനി തുടർന്ന് എങ്ങനെ ഈ രൂപത മുന്നോട്ട് പോകണം. ഞാൻ നീലാങ്കര പള്ളിയിലെ വികാരിയച്ഛനാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് ഞങ്ങളുടെ ഇടവക ദേവാലയം കൂദാശ ചെയ്തതിന്റെ 10ാമത്തെ വർഷം ഞങ്ങൾ വാർഷികം ആഘോഷിച്ചു. അതിന് മുന്നോടിയായിട്ട് പല മീറ്റിങ്ങുകൾ നടന്നു. ആദ്യത്തെ മീറ്റിംഗില് ഒരു ചേട്ടൻ എഴുന്നേറ്റുന്നത് ഒരു കാര്യം പറഞ്ഞു. എന്റെ ഇടവക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഇതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സത്യമാണെന്നുള്ളത്. ഒരു ചേട്ടൻ എഴുന്നേറ്റുന്നത് പറഞ്ഞു, അച്ഛാ, നമ്മൾ വിളിക്കുന്നവരുടെ ലിസ്റ്റിൽ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ഈ ദേവാലയ നിർമ്മാണ സമയത്ത് ഒരു സ്കൂളിലാണ് നമ്മൾ 1.5 വർഷത്തോളം കുർബാന ചെയ്യുന്നത്. അതൊരു ഹൈന്ദവ സ്ത്രീ നടത്തുന്ന ഒരു സ്കൂളാണ്. അത് 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. അത് വളരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു സ്കൂളാണ്. ആ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബെഞ്ചിലിരുന്നാണ് നമ്മൾ കുർബാനയിൽ പങ്കെടുത്തത്. അതിനുശേഷം നമുക്ക് പള്ളിയൊക്കെ പണിതിന് ശേഷം അവരായിട്ട് കോണ്ടാക്ട് ഇല്ല. അവരെയാണ് ആദ്യം വിളിക്കേണ്ടത്. ആ സ്ത്രീയുടെ പേര് കമീല എന്നാണ്, ഭർത്താവിന്റെ പേര് ഇബ്രാഹിം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടനും അതുപോലെ തന്നെ കൈക്കാരന്മാരും കൂടി പോയി വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, സ്കൂൾ എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല, നമ്മൾ പോകുമ്പോൾ സ്കൂൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും പോയി അന്വേഷിച്ചു, അവരെ കണ്ടെത്തി. അവർ പറഞ്ഞു, 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വന്ന് കുർബാന അർപ്പിച്ചിട്ടുണ്ട് 1.5 വർഷത്തോളം. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങളിപ്പോ എന്തിനാ വന്നത്? ഞങ്ങളുടെ 10ാമത്തെ വാർഷികമാണ്, നിങ്ങളെ ക്ഷണിക്കാനാണ് വന്നത്. അവർ പറഞ്ഞ സന്തോഷം ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു സമ്മാനം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്കൂളിന് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചേട്ടൻ ചോദിച്ചു, സ്കൂൾ ഉണ്ടോ ഇപ്പോൾ? അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ 1.5 വർഷത്തോളം അവിടെ പൂജ ചെയ്തു, നിങ്ങൾ ആ പൂജ ചെയ്ത കാലത്തും തുടർന്നും ഞങ്ങൾക്ക് നന്മ ഉണ്ടായിട്ടുള്ളൂ. ആ സ്കൂൾ വളർന്നു.